ഹലോ മൈ ഡിയേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ലവ് റീഡിംഗ് ആണ് ഞാൻ നോക്കുന്നത്. ടാരറ്റിൽ ഒരു 3 കാർഡ് സ്പ്രെഡാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാവേ. എൻ്റെ പ്രിയപ്പെട്ടവർ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനം എങ്ങനെയാണ്? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഏത് തരത്തിലുള്ള, ഇപ്പോൾ നിങ്ങൾ ഒരു നഷ്ടപ്രണയം തേടുന്ന, വീണ്ടും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും, ഒരു പുതിയ പ്രണയം തേടുന്ന ഒരാളായാലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയാലും, ഇപ്പോൾ ലവ് റിലേഷൻഷിപ്പിലുള്ളവരായാലും, എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് അത് കേട്ടോ. ഈ സെക്കൻഡ് നമ്മൾ എടുക്കാൻ പോകുന്ന കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബന്ധത്തിൻ്റെ പിന്നിൽ നിങ്ങൾ അറിയാതെ മറഞ്ഞ ആ സത്യം എന്താണ്? അതാണ് നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് കേട്ടോ. നമ്മൾ സെക്കൻഡ് കാർഡ് എടുക്കുന്നത്. ഇനി നമ്മൾ തേർഡ് കാർഡ് എടുക്കുന്നത്, അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രണയ ജീവിതം ഏത് വഴിയിലേക്കാണ് തിരിയുന്നത്? അതായത് എക്സിനെ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ, നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൺ വരുമോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ആ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നത്? അതാണ് നമ്മളുടെ ലാസ്റ്റ് കാർഡ്. നമ്മളിപ്പോൾ 3 കാർഡ് എടുത്തു വെച്ച് ഇനി നമ്മൾ അതിൻ്റെ റിവീൽ ചെയ്യാണ്, മീനിങ് റിവീൽ ചെയ്യാണ്. അത് ഫസ്റ്റ് കാർഡിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള സ്ഥാനം എത്ര ശക്തമാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ അർത്ഥമാക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് കാർഡാണ് എടുക്കുന്നത്. സെക്കൻഡ് കാർഡിൽ നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് ആ ഒരു ബന്ധത്തിൻ്റെ പിന്നിൽ, ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയാതെ മറഞ്ഞ സത്യം എന്താണ് എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ മറഞ്ഞ സത്യം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ബന്ധം എല്ലാം പക്കയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയായിരുന്നു. പക്ഷേ ആ ബന്ധത്തിൽ ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് നമ്മളെല്ലാം തികഞ്ഞ പോലെ അങ്ങ് ഇരിക്കുകയായിരുന്നു. ആ ഒരു തികഞ്ഞ പോലെയുള്ള ഇരിപ്പിൽ നമ്മൾ ആ ബന്ധത്തിൻ്റെ ചില വശങ്ങൾ മനസ്സിലാക്കി പോയില്ല. അതാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ. ഇനി വരുന്ന അടുത്ത നാളുകളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ആ ഒരു മാറ്റം, വഴിതിരിവ് എന്താണ് എന്നുള്ളതിലുള്ള നമുക്ക് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഈ ഒരു കാർഡ് വരുന്നത്, നമുക്ക് കുറച്ച് വ്യാകുലതകളും ടെൻഷനും ഒക്കെ നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്ന ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ വ്യാകുലതകളെല്ലാം മാറ്റി വയ്ക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റീഡിംഗ് വേണമെങ്കിൽ, ലവ് റീഡിങ്ങോ റിലേഷൻഷിപ്പ് റീഡിങ്ങോ നമ്മൾ ടാറ്റ് വഴിയോ ഒറക്കൽ കാർഡ് വഴിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഫ്യൂച്ചറാണ് റിലേഷൻഷിപ്പിൽ അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അസ്ട്രോളജി വഴിയാണ് ചെയ്തു തരുന്നത്. നമ്മൾ റിലേഷൻഷിപ്പിലെ എല്ലാ പ്രശ്നങ്ങളും അസ്ട്രോളജി വഴി പരിഹരിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രണയബന്ധം ശക്തമാക്കുന്നതിന് വേണ്ടി ലവ് മാഗ്നറ്റ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് നമ്മൾ ഒരുക്കുന്നുണ്ട്.